ഹായ് തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് ഞാനും നമ്മുടെ അജയേട്ടനും കൂടെയാണ് വന്നിരിക്കുന്നത്. ഖലീഫ എന്ന് പറയുന്ന ഇവിടെ ഫുട്ബോളൊക്കെ നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ് വേൾഡ് കപ്പിൽ. അപ്പോൾ അവിടെ വന്ന് കുറേ പൂക്കളെയൊക്കെ നമുക്ക് കാണാമെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു മരം നമ്മളുടെ ബാക്കിൽ ഇപ്പോൾ ഉണ്ടല്ലേ, ഒരു പ്രത്യേകത തരം മരങ്ങളാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ നല്ലൊരു വീഡിയോ കാണാനായിട്ട് നമുക്ക് പോകാം. നല്ല അടിപൊളി കണ്ട് സാധിക്കുന്നതാണ്. ഒരുപാടെണ്ണം ഉണ്ട്, വ്യക്തമായിട്ട് കാണുന്നത് രണ്ടെണ്ണമാണ്. കായുണ്ട് കേട്ടോ, കായുണ്ട്, നല്ല ക്ഷീണങ്ങളുള്ള മരമാണ്, നല്ല വെറൈറ്റി ഐറ്റങ്ങളാണ്. അതെ അതെ അതെ, വേണ്ട ഇഷ്ടം പോലെ ഉണ്ട്. കിടക്കാനുണ്ട, അതാണ് ഈ മരത്തിന്റെ പ്രത്യേകത. ഓരോ മരച്ചുവട്ടിൽ നോക്കിയേ, കുറേ ഹൈബ്രിഡ് പെറ്റോണിയും അതുപോലെ നാടൻ പെറ്റോണിയും നമുക്ക് കാണാം. ഒത്തിരി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന ആ വൃക്ഷം നോക്കിയേ, എന്തൊരു കാഴ്ചയാണെന്നറിയോ. നല്ല ഒരു ശിശിരങ്ങളുള്ള ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ആ മരത്തെ നോക്കിയേ, എന്തൊരു ഭംഗിയുണ്ട് കാണാൻ അല്ലേ. ഒരഴകാണ്. നല്ല മോഡലായിട്ട് വെറൈറ്റി തരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ മന്ദാര പൂക്കളുടെ ഒരു മരവും ഇവിടെ കാണാം. നിറയെ പൂവ് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഒരു കാഴ്ചയല്ലേ. മന്ദാരപ്പൂക്കളുടെ മഞ്ഞയും വെള്ളയും ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഡാർക്ക് കളറിലെ മന്ദാരമാണ് നമുക്ക് കാണാൻ പറ്റിയത്. മന്ദാരപ്പൂക്കൾക്ക് പൊതുവെ നല്ലൊരു വാസന ഉള്ളതാണ്. കാണാനും നല്ല മനോഹരമാണ്, നല്ല വാസനയും കിട്ടുന്ന ഒരു പൂവാണ്. തൊട്ടടുത്തായിട്ട് പുസ്തകത്താളിൽ 2 കൈകളിൽ ഭൂമി ഇരിക്കുന്നത് കണ്ടോ. നോക്കി എന്തൊരു കാഴ്ച നോക്ക്. ഇവിടെ വളരെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. വെള്ളം കണ്ടിട്ട് കുളിക്കാൻ തന്നെ തോന്നുന്നു. നമ്മുടെ സുന്ദരികൾ കണ്ടു ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഒരു പനയുടെ ചുവട്ടിലാണ് നട്ടിരിക്കുന്നത്. സിംഗിളായിട്ടുള്ള പെറ്റോണി പൂക്കളാണ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന. റെഡും വെള്ളയും ഡാർക്ക് കളറിലൊക്കെയുള്ള മനോഹര കാഴ്ച നമുക്ക് കാണുന്നത്. നോക്കിയേ, നല്ല മനോഹരമല്ലേ കാണാൻ തന്നെ. സൂപ്പറായിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ വേര് താഴോട്ട് ഇറങ്ങി വീണതാ. അതെ അതെ അതെ, നല്ല ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ആദ്യത്തെ ഇലയെന്ന് വെച്ചാൽ നല്ല റെഡ് കളറാ. മനസ്സിലായ? ഇത് കണ്ട, ഇത് മുറ്റി മുറ്റി വരുമ്പോഴത്തേക്ക് നല്ല ഗ്രീൻ കളറാവും. ചല്ലിക്കയറ് പോലെ ഉള്ള ഒരു പിരുക്കമാണല്ലേ. നല്ല തൊലിയാണെങ്കിൽ വേര് ഇറങ്ങുമ്പോൾ തൊലി നല്ല പാമ്പിന്റെ പടങ്ങളൊക്കെ അതെ അതെ, നല്ല വെറൈറ്റി ആയിട്ടോ. നല്ല ഒരു തണൽ മരമാണല്ലേ. റെഡ് കളറിന്റെ ഇത് വന്നിട്ട് അടുത്ത ഗ്രീൻ കളർ മുറ്റി വരുമ്പോഴത്തേക്കാണ് അത് നല്ല ഇതുണ്ട് കേട്ടോ. കയറിന്റെ ഒരു പിരി തന്നെയാണ് ആ കാണുമ്പോൾ. അതെണ്ണം പറഞ്ഞ ശരിയാ. എന്തായാലും നല്ലൊരു കൂളിംഗ് ഉണ്ടല്ലേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. നല്ല തണൽ പിടിച്ച മരമോ. അരുമ സുന്ദരികൾ പെറ്റോണി നോക്കിയേ, സിംഗിളായിട്ടുള്ളത് കടും റോസ് കളറിൽ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടോ. മൊത്തത്തിൽ നല്ലൊരു വർണ്ണ കാഴ്ച തന്നെ. അധിക ദിവസം ആയി കാണത്തില്ല കേട്ടോ വിരിഞ്ഞിട്ട്. ആ തളിരിട്ട് നിൽക്കുന്നത് തന്നെ കണ്ടാൽ അറിയാം. നല്ല എന്താ പറയുക, നല്ല വെള്ളരി പോലെ നിൽക്കുന്നുണ്ട്. മൊട്ടുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഇനിയും മൊട്ടുകളൊക്കെ ഉണ്ട്. നല്ല പൂക്കൾ, സിംഗിളായിട്ടുള്ള കടും റോസിലെ പെറ്റോണി പൂക്കളാണ് നമ്മൾ ഈ കാണുന്നതല്ലേ. എന്തൊരു കാഴ്ച. ഇവിടെ നോക്കിയേ, സിംഗിൾ പെറ്റോണികളുടെ കൂട്ടായ്മ, എല്ലാ കളറും കലർത്തി നട്ടിരിക്കുന്നത് കണ്ടോ. അതൊരു കാഴ്ചയല്ലേ കാണാൻ. പേപ്പറെ ചുരുട്ടി നമ്മൾ എറിയുന്നത് പോലെ ആണ് ആ കാണുന്നത്. റോഡിൻ്റെ സൈഡിൽ മൊത്തം ഇൻ്റർലോക്ക് ഇട്ടിട്ട് അവിടെയാണ് ഈ ചെടി നടാനുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ്. നോക്കിയേ, നമ്മുടെ അജയേട്ടൻ വളരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ റോഡിൻ്റെ മുക്കിലും മൂലയിലും ഇതുപോലെ ഫ്ലവറുകളെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കാഴ്ചയിൽ ഒരുപാട്. എന്നാൽ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.